അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. ഈ ഒരു വാർത്ത ഞാൻ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അതുകൊണ്ട് ഈ ഒരു വാർത്ത നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതി. ശരിക്കും ഇത് കേട്ടാൽ അന്തം വിട്ടുപോകും നിങ്ങളും. കഴിഞ്ഞ ദിവസമുണ്ടായ ഈ ഒരു ഞെട്ടിക്കുന്ന മരണം, ഇമാമിൻ്റെ ഭാര്യയെയും ചെറിയ 2 പിഞ്ചു മക്കളെയും വെട്ടിക്കൊന്ന ആ ഒരു സംഭവം നിങ്ങൾ അറിഞ്ഞു കാണോ എന്ന് എനിക്കറിയില്ല. മദ്രസ അധ്യാപകനായിരുന്നു. ആ ഒരു മനുഷ്യൻ്റെ ഭാര്യയെയും 2 കുഞ്ഞു മക്കളെയുമാണ് വെട്ടിക്കൊന്നു കളഞ്ഞത്. അന്ന് ആ വാർത്ത കേട്ടപ്പോൾ നമ്മൾക്കൊക്കെ ഒരു ആശങ്കയായിരുന്നു. എന്തിനായിരുന്നു ആ പാവം ഇമാമിൻ്റെ ഭാര്യയെയും മക്കളെയും ഇങ്ങനെ വെട്ടിക്കൊന്നത് എന്ന്? എന്ത് തെറ്റാണ് ആ മനുഷ്യൻ ചെയ്തത് എന്ന്? ഒരു തെറ്റും ചെയ്യാത്ത ആ ഒരു മനുഷ്യൻ്റെ കുടുംബത്തെയാണ് ഇല്ലാതാക്കിയത്. പക്ഷെ ഇന്ന് ഈ വാർത്ത ഞാൻ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇമാമിൻ്റെ ഭാര്യയെയും 2 പിഞ്ചു മക്കളെയും തീർത്തത് ആരാണെന്ന് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നെഞ്ചത്ത് കൈവച്ചുപോയി. പ്രിയപ്പെട്ടവരെ, 15ഉം 16ഉം വയസ്സുള്ള ചെറിയ കുട്ടികളാണത്രേ ഈ ഒരു ഉസ്താദിൻ്റെ ഭാര്യയെയും മക്കളെയും കൊന്നുകളഞ്ഞത്. ശരിക്കും ഞെട്ടിപ്പോയി ഈ ഒരു വാർത്ത കേട്ടപ്പോൾ. ഇബ്രാഹിം മൗലവിയുടെ ഭാര്യയെയും 2 മക്കളെയുമാണ് കൊന്നുകളഞ്ഞത്. ഈ ഒരു സംഭവത്തെ തുടർന്ന് പ്രതികളായിരിക്കുന്നത്, അതാണ് അത്ഭുതം, പ്രായപൂർത്തിയെത്താത്ത 2 പേര്. എന്താ കഥ? ഇത് പറഞ്ഞപ്പോൾ നിങ്ങളും ഞെട്ടിയില്ലേ? അതെ, എന്തിനാണ് ഈ കുട്ടികൾ ഇത് ചെയ്തത് എന്ന് നിങ്ങൾക്കറിയോ? നമ്മളൊക്കെ വളരെ നിസ്സാരമായി കാണുന്ന ചില പ്രശ്നങ്ങൾ കുട്ടികൾക്ക് അത് വലുതാണ്. ആ ഒരു കാരണത്താലാണ് ഈ കുട്ടികൾ ഇത് ചെയ്തത് എന്ന് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇന്നത്തെ കുട്ടികളുടെ ബുദ്ധി ഒന്ന് നോക്കിയേ. ഇത്രയേ കുട്ടികൾക്ക് ബുദ്ധിയുള്ളൂ. ഇത് എവിടുന്ന് കണ്ട് പഠിച്ചതാണ്? ഈ കുട്ടികൾക്ക് ഈ ഉസ്താദിനോട് വ്യക്തിപരമായ വൈരാഗ്യമാണത്രേ ഈ ഒരു കൊലക്ക് കാരണം. പോലീസിൻ്റെ അന്വേഷണത്തിലാണ് ഇതൊക്കെ വ്യക്തമായത്. ഈ സംഭവം നടന്നിരിക്കുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ നാട്ടിലൊന്നല്ല, എവിടെയായാലും എന്താ, ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിലാണ് ഇത് സംഭവിച്ചത്. അവിടെ ഒരു പള്ളിയിലെ ഇമാമായിരുന്നു ഇബ്രാഹിം മൗലവി എന്ന ഈ ഒരു മനുഷ്യൻ. ഈ ഒരു മനുഷ്യനോട് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമാണ് ഇത് ക്രൂരമായ ഈ കൊലപാതകത്തിലേക്ക് മക്കളെ എത്തിച്ചത്. അത്രക്ക് വലിയ ക്രൂരത ഈ മക്കളോട് ഉസ്താദ് എന്താണ് ചെയ്തത്? ഒന്നുമില്ല, മക്കളെ പഠിപ്പിക്കുന്ന ഉസ്താദ് തന്നെയാണ്. ഈ ഒരു കൊലപാതകം നടക്കുമ്പോൾ ഇബ്രാഹിം മൗലവി സ്ഥലത്തില്ലായിരുന്നു. ഈ 2 മക്കളെ പഠിപ്പിക്കുന്ന ഉസ്താദായിരുന്നു. തീരെ അച്ചടക്കമില്ലാത്ത കുട്ടികളായതുകൊണ്ട് തന്നെ ഈ ഉസ്താദ് പലപ്പോഴും ശകാരിച്ചിരുന്നു, ദേഷ്യപ്പെട്ടിരുന്നു. അത് തന്നെ കാരണം. അങ്ങനെയാണ് ഈ കുട്ടികൾക്ക് ഉസ്താദിനോട് പകയുണ്ടാകുന്നത്. ഈ ഉസ്താദ് ഇല്ലാത്ത സമയം നോക്കി ആ ഉസ്താദിൻ്റെ കുടുംബത്തിലേക്ക് ഈ കുട്ടികൾ കയറി ചെല്ലുകയാണ്. കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം നടത്തിയത്. ഇബ്രാഹിം മൗലവിയുടെ ഭാര്യ ഇസ്രാനെയും പിന്നെ 5ഉം 2ഉം വയസ്സുള്ള 2 പെൺമക്കളെയും തീർത്തു ഈ മക്കൾ. പക വീട്ടുകയായിരുന്നു ചെറിയ കുട്ടികൾ. ഇതാണ് ഇന്നത്തെ ലോകം. മാതാപിതാക്കളെ വരെ മനസ്സിലാകാത്ത മക്കളാണ്. പടച്ചറബ് നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരട്ടെ, നല്ല സ്വാലിഹത്തായ മക്കളാക്കി തരട്ടെ. എല്ലാവരും ദുആ ചെയ്തോ 5 നേരവും മക്കളെ നന്നാക്കി തരുവാനും മക്കൾക്ക് ആഫിയത്തിന് വേണ്ടിയും. പോലീസിന് വരെ ആശങ്കയായിരുന്നു. അവസാനം CCTV ദൃശ്യത്തിലാണ് ഈ ഒരു അന്വേഷണം കുട്ടികളിലേക്ക് എത്തിയത്. മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ടായിരുന്നു ഈ ചെറിയ പിഞ്ചോമന മക്കൾ ഇത് ചെയ്തത്. ആ ആയുധങ്ങളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ചോദ്യം ചെയ്യലിൽ കുട്ടികൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ഈ ഒരു ചെറിയ പ്രായത്തിൽ കൊലപാതകിയായി. ശരിക്കും ഈ ഒരു വാർത്ത കേട്ടപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പടച്ചറബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.